ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 9 ഞായറാഴ്ച. ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. അപ്പോൾ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചയായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ പൊസിഷൻ ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഉണ്ടായിരിക്കുക ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ച എക്സിറ്റ് പോളിന് മുന്നേ പൊസിഷൻ എടുത്തവർക്കൊക്കെ, ലോങ് പൊസിഷൻ എടുത്തവർക്കൊക്കെ എക്സിറ്റ് പോളിന്റെ ഫലം വന്നതിന് ശേഷം മൺഡേ മാർക്കറ്റ് വളരെ ഉയരത്തിൽ പോയപ്പോൾ നല്ല നോഷണൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നിരിക്കാം. ആ പ്രോഫിറ്റ് അവർ അഥവാ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുശേഷം ചൊവ്വാഴ്ച ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് കരുതിയിരുന്നവർക്കൊക്കെ പ്രോഫിറ്റിന് പകരം വളരെ ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലാതെ എക്സിറ്റ് പോളിന് മുന്നേ പൊസിഷൻ ബിൽഡ് ചെയ്യാതെ എക്സിറ്റ് പോള് ഫലം കണ്ടതിന് ശേഷം റിയൽ ഫലം വളരെ നല്ലതായിരിക്കുമെന്ന് കരുതി ലോങ് പൊസിഷൻ എടുത്തവർക്കൊക്കെ അടുത്ത ദിവസമുണ്ടായ മാർക്കറ്റ് ഫോളിൽ കനത്ത നഷ്ടം, ഭീമമായ നഷ്ടം ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇത്രയും മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ അവര് ആ പൊസിഷൻ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കമ്പൽസറി ആയിട്ട് മാർജിൻ കോൾ വന്നിരിക്കാം, അല്ലെങ്കിൽ പേടിച്ചിട്ട് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവാം. പലരും ഉണ്ട്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ഞാനൊരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഹെഡ്ജ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തരമൊരു പൊസിഷൻ ആയിരുന്നു. മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയാലും ലാഭം കിട്ടും, ഒരുപാട് താഴെ വന്നാലും ലാഭം കിട്ടും. അത്തരമൊരു പൊസിഷൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ എക്സിറ്റ് പോളിന് മുന്നേ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ അത് ഒരുപാട് ഉയരത്തിൽ പോയി ലാഭം ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും ആ ലാഭം ഞാൻ ബുക്ക് ചെയ്തില്ല, പാർഷ്യൽ ലാഭം ബുക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത ദിവസം മാർക്കറ്റ് ഒരുപാട് താഴെ വന്നു. ഒരു തരക്കേടില്ലാത്ത പ്രോഫിറ്റ് ആയിരുന്നു ഈ ട്രേഡിൽ എനിക്ക് ലഭിച്ചത്. അപ്പോ ഈ വീഡിയോയിൽ ചില സ്റ്റോക്കുകൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പോർട്ട്ഫോളിയോയിലത്തെ 33 സ്റ്റോക്കുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് 5 ഓൾറെഡി ടോട്ടലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചകളിൽ 2 ഈ ആഴ്ചയും എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഏതൊക്കെ സ്റ്റോക്കാണ് ഞാൻ പൂർണ്ണമായിട്ടും എക്സിറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റോക്കാണ്. ഒരു പുതിയ സ്റ്റോക്ക് ഇന്നിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഒരു പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോക്കിന്റെ വാങ്ങിക്കേണ്ട ലെവൽ ഏതാണ്, അത് എത്ര നമുക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ട ലെവൽ ഏതാണ്, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ദയവേത് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ വാങ്ങിച്ച സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു പ്രചോദനം കിട്ടുക. ഈ ആഴ്ച ഞാൻ പൂർണ്ണമായും എക്സിറ്റ് ചെയ്തത് 2 സ്റ്റോക്കുകളിൽ നിന്നാണ്. ആദ്യത്തെ സ്റ്റോക്കാണ് റേമണ്ട് ഇന്ത്യ. റേമണ്ട് ഇന്ത്യ വാങ്ങിച്ചിരുന്നത് 1780 എന്ന വിലയിലായിരുന്നു. ഏകദേശം 8 മാസം മുന്നെയാണ് റേമണ്ട് ഇന്ത്യ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ആ വാങ്ങിച്ചതിന് ശേഷം ആ സ്റ്റോക്ക് കുറച്ചൊക്കെ താഴെ പോയി. കാരണം അവരുടെ പേഴ്സണൽ ഡിസ്പ്യൂട്ട്, ഫാമിലി ഡിസ്പ്യൂട്ട് കാരണമൊക്കെ ആ സ്റ്റോക്ക് 1500 രൂപ വരെ പോയിട്ടുണ്ടായി. അതിനുശേഷം അതിശക്തമായി കുതിച്ചുയർന്ന് 2460 എന്ന നിലയിൽ ഇന്നലെ എത്തിയപ്പോൾ, അതായത് വെള്ളിയാഴ്ച എത്തിയപ്പോൾ ആ സ്റ്റോക്ക് ഞാൻ പൂർണ്ണമായും എക്സിറ്റ് ചെയ്തു. അപ്പോൾ ആ സ്റ്റോക്ക് ഇപ്പോഴും നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു 32% പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ഇതൊരു സപ്ലൈ സോൺ ആയിട്ട് ഞാൻ കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും എക്സിറ്റ് ചെയ്തു. ചിലപ്പോ 2200 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി ഞാൻ അതിന് എൻട്രി ചെയ്തേക്കാം. പക്ഷെ അതാണ് ഞാൻ എക്സിറ്റ് ചെയ്ത ഒരു സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് ഞാൻ പൂർണ്ണമായും എക്സിറ്റ് ചെയ്ത രണ്ടാമത്തെ സ്റ്റോക്കാണ് ആദിത്യ ബിർള മണി, AB മണി. അപ്പൊ ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചിരുന്നത് 120 രൂപ എന്ന വിലയിലാണ് 4 മാസം മുന്നേ. ആ സ്റ്റോക്ക് 148 രൂപ 35 പൈസക്ക് ഇന്നലെ പൂർണ്ണമായും എക്സിറ്റ് ചെയ്തു. അപ്പൊ അതിൽ ലഭിച്ചത് ഏകദേശം 24% റിട്ടേൺ ആണ് ആ സ്റ്റോക്കിൽ ലഭിച്ചത്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പോ മാർക്കറ്റ് ഇത്രയൊക്കെ വളരെ ഹെവി ഫോൾ ആയപ്പോ നമ്മളുടെ ഈ 33 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റോക്ക് 20%, 30% ഒക്കെ കറക്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ 15%, 20% ഒക്കെ ആ ദിവസം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്ന് നിങ്ങൾക്കും നോക്കാം. കാരണം നിങ്ങളോട് എപ്പോഴും പറയാവുന്ന, ഞാൻ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കുകളായിരിക്കും. ഇൻ കേസ് കറക്ഷനിൽ താഴെ പോയാലും അവ വളരെ ശക്തമായിട്ട് തന്നെ റീബൗണ്ട് ചെയ്യാറുണ്ട്. അപ്പോ അത്തരത്തിൽ ഈ 33 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, ഏതെങ്കിലും 2-3 സ്റ്റോക്ക് 10% കൂടുതൽ താഴെ പോയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉണ്ടോ?
ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മളുടെ ബൈങ് പ്രൈസ് എത്രയാണ്? ഞാൻ ആവറേജ് പറയാറുണ്ട്. ഒരു സ്റ്റോക്ക് 300 രൂപയ്ക്ക് വാങ്ങിക്കൂ 50%, 250 രൂപയ്ക്ക് 50% വാങ്ങിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അതിന്റെ 250 ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് ആണ് 275. അപ്പൊ ആ 275 കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നഷ്ടം ലാഭം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഈ ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത 1-2 സ്റ്റോക്കുകളാണ് നമ്മുടെ ചില സ്റ്റോക്കുകളുണ്ട്. അവയിലൊന്നാണ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. 623 രൂപയ്ക്ക് പറഞ്ഞ ഈ സ്റ്റോക്ക് 805 രൂപ വരെ ടച്ച് ചെയ്യുകയുണ്ടായി. അതുകൂടാതെ അടുത്ത സ്റ്റോക്കാണ് ജില്ലറ്റ് ഇന്ത്യ. ജില്ലറ്റ് ഇന്ത്യ 6700 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്കാണ് 7650 രൂപ വരെ പോയി. ഏകദേശം 1000 രൂപയുടെ അപ്മൂവാണ് ആ സ്റ്റോക്കിൽ നമുക്ക് കാണപ്പെട്ടത്. പിന്നെ അതുകൂടാതെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽ, ഗ്രാവിറ്റ ഇന്ത്യ, ഗോദാവരി പവർ, CI ഇന്ത്യ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകളാണ്. മോശമായിട്ട് പെർഫോം ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എവറസ്റ്റ് കാൻഡോ സിലിണ്ടേഴ്സ് ആണ്. അപ്പോൾ ബാക്കി സ്റ്റോക്കുകളൊക്കെ ആവറേജ് ആയിട്ടും ചിലത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ, ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും ഇപ്പൊ തന്നെ തന്നോളൂ, മറന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് മലയാള മണ്ണിൽ നിന്നുള്ള ഒരു പൊന്നിന്റെ സ്റ്റോക്കാണ് എന്നാണ് തമ്പനയില്. അപ്പൊ തമ്പനയില് കണ്ടപ്പോൾ തന്നെ നിങ്ങളെ ഊഹിച്ചു കാണുക ഏതാ സ്റ്റോക്ക് എന്ന്, ഇല്ലേ? നിങ്ങൾ ഊഹം തെറ്റിയിട്ടില്ല. ആ സ്റ്റോക്കാണ് കല്യാൺ ജുവല്ലേഴ്സ്. കല്യാൺ ജുവല്ലേഴ്സ് ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിയാണ്. ഓൾറെഡി ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തന്ന സ്റ്റോക്കും കൂടിയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് മെയിൻ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഓൾറെഡി ഈ സ്റ്റോക്ക് 350-നും 430-നും ഇടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 6 മാസമായിട്ട്. അപ്പൊ അടുത്ത ഒരു അപ്മൂവ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് കമ്പനിയുടെ. മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിന്റ്സ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ജ്വല്ലറി മേക്കേഴ്സ് ഇൻ ഇന്ത്യ ആണ്. ടൈറ്റൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇപ്പൊ ഒരു ലാർജ് ക്യാപ് കമ്പനിയായിട്ട് മാറിയിരിക്കുന്ന ഒരു കമ്പനിയാണ് കല്യാൺ ജുവല്ലേഴ്സ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് മൂവ്മെന്റ് ആണ്. പ്രൈസ് മൂവ്മെന്റ് ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞു, ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, മുകളിലേക്ക് പോകാനുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൂടാതെ അവരുടെ ഫണ്ടമെന്റൽസിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്റ്റഡി ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനി കൊടുക്കുന്നത്. പ്രോഫിറ്റ് ഗ്രോത്ത് ആയാലും വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഏർണിംഗ് പെർ ഷെയറിന്റെ ഗ്രോത്ത് അടിപൊളിയാണ്. അതുകൂടാതെ ROE 7.6-ൽ നിന്ന് 13.29 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഡെറ്റ് 1.23-ൽ നിന്ന് 0.21 ആയിട്ട് കുറച്ചിട്ടുണ്ട്. PE റേഷ്യോ 75.81 ആണ്. അത് ഇൻഡസ്ട്രി പിനേക്കാൾ കുറച്ച് കൂടുതലാണ്, കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് സ്റ്റോക്ക്. പക്ഷെ ഓൾറെഡി റീറേറ്റിംഗ് നടന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് ഈ PE റേഷ്യോ നമുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 42,033 കോടി രൂപയാണ്. ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 60% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. FIIസിന്റെ അടുത്ത് 21.01% FI ഹോൾഡിംഗ്. DIS ഹോൾഡിംഗ് 11%. FIS 26%-ൽ നിന്ന് 21% കുറച്ചിട്ടുണ്ട്. DIS ആകട്ടെ 5.48-ൽ നിന്ന് 11% ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു FII DIS ഫേവറേറ്റ് സ്റ്റോക്കാണ്. ജുവലറി സെഗ്മെന്റിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കമ്പനി ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഇനിയും തരാൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് കല്യാൺ ജുവല്ലേഴ്സിനെ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ കുറച്ചൊക്കെ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 408 രൂപയിൽ 25% ബൈങ് നടത്താനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞ് ഒരു ചെറിയ കറക്ഷനിൽ 380-390 രൂപയുടെ ഇടയിൽ ഏകദേശം 50% കൂടി ആഡ് ചെയ്ത് 350-നും 360-നും ഇടയ്ക്ക് ബാക്കി 25% ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ടൈറ്റൻ എന്ന സ്റ്റോക്കിൽ നിന്നാണ് ശ്രീ രാകേഷ് ജുൻജുൻവാല പ്രശസ്തി നേടിയതും സക്സസ് ആയതും. അതുപോലെ തന്നെ കല്യാൺ ജുവല്ലേഴ്സിൽ നിന്ന് കേരളത്തിൽ നിന്നും ഒരു പുതിയ രാകേഷ് ജുൻജുൻവാല പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്